റിതം ഓഫ് ലേണിംഗ്. നമുക്ക് എന്നത്തെയും പോലെ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാനായി നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരെന്ത്? മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. എന്താ പദ്ധതിയുടെ പേര്? യോദ്ധാവ്. അടുത്തത്, ലോകമാന്യ തിലക് പുരസ്കാരം നേടിയ എഴുത്തുകാരിയും രാജ്യസഭാ അംഗവുമായ വനിത സുധാമൂർത്തി. ലോകമാന്യ തിലക് പുരസ്കാരം നേടിയ എഴുത്തുകാരിയും രാജ്യസഭാ അംഗവുമായ വനിത സുധാമൂർത്തി. 2028 ഒളിമ്പിക്സിന്റെ വേദി ഏതാ? 2028 ഇനി വരാൻ പോണ ഒളിമ്പിക്സ് എവിടെയാ? അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ്. നെക്സ്റ്റ് വൺ, ട്രിവാൻഡ്രത്ത് 28ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവം നടന്നപ്പോ അതില് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏത്? തിരുവനന്തപുരത്ത് നടന്ന 28ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തില് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ജാപ്പാനീസ് സിനിമയായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നതാണ്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇതൊരു ജാപ്പാനീസ് സിനിമയാണ്. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദിയായ നഗരം ഏത്? ന്യൂഡൽഹി. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ഏത്? ന്യൂഡൽഹി. നെക്സ്റ്റ് നോക്കൂ, പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏത് വാദ്യ ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരോദ്. കാരണം ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം അന്തരിച്ചു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏത് വാദ്യ ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സരോദ്. നെക്സ്റ്റ് വൺ, ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുകയുണ്ടായി. എന്നത് 2024 ഏപ്രിൽ 8. അപ്പൊ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം 2024 എപ്പോഴാണ് നടന്നത്? 2024 ഏപ്രിൽ 8. അടുത്ത 2024 ജാനുവരിയിൽ പ്രകാശനം ചെയ്ത KM മാണിയുടെ ആത്മകഥയുടെ പേരെന്ത്? ആത്മകഥ തന്നെയാണ്. 2024 ജാനുവരിയിൽ പ്രകാശനം ചെയ്ത KM മാണിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് അപ്പോളോ ക്യാൻസർ സെന്റർ, ബാംഗ്ലൂര്. എവിടെയാണ്? അപ്പോളോ ക്യാൻസർ സെന്റർ, ബാംഗ്ലൂര്. നെക്സ്റ്റ്, നൈട്രജൻ വാതകം ഉപയോഗിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യമാണ് അമേരിക്ക. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം അമേരിക്ക. ഒന്നുകൂടെ നമുക്ക് നോക്കാം. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാനായിട്ട് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. ലോകമാന്യ തിലക് പുരസ്കാരം നേടിയ എഴുത്തുകാരിയും രാജ്യസഭാ അംഗവുമായ വനിതയാണ് സുധാമൂർത്തി. 2028 ഒളിമ്പിക്സ് വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. തിരുവനന്തപുരത്ത് നടന്ന 28ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ജപ്പാനീസ് സിനിമയായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമ. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി. പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഈ അടുത്തിടെ അന്തരിക്കുകയുണ്ടായി. അദ്ദേഹം ഏത് വാദ്യ ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സരോദ്. ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം 2024 എപ്പോഴാണ് നടന്നത്? 2024 ഏപ്രിൽ 8 ഉണ്ടായത്. ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 2024 ഏപ്രിൽ 8. 2024 ജാനുവരിയിൽ പ്രകാശനം ചെയ്ത KM മാണിയുടെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥ തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ എവിടെയാണ് നിലവിൽ വന്നേക്കണേ? അപ്പോളോ ക്യാൻസർ സെന്റർ, ബാംഗ്ലൂര്. നെക്സ്റ്റ്, നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ് കേട്ടോ. അപ്പൊ ഇത്രയും 10 എണ്ണം നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇന്ന് പഠിക്കുക. ബാക്കി വേറൊരു ക്ലാസ്സും കൂടെ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഉപകാരം എന്ന് തോന്നുക വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ ആദ്യമായിട്ട്
ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഓരോ ദിവസം 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.